നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാങ്ങിച്ച പണം പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. അതിന്റെ പേരിലല്ല, ഇനി എന്തിന്റെ പേരിലായാലും ഇനി നിങ്ങളോ നിങ്ങളുടെ മോനോ എന്റെ പിന്നാലെ വന്നേക്കരുത്. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. അതൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിട്ടേ ഞാൻ വിടുള്ളൂ. സീറ്റില് അവൻ ഇനി എന്റെ മടി തലവെച്ച് കിടക്കട്ടെ. നീ ഫ്രണ്ടിലിരുന്നോ. അമ്മേ, സിധു വാ. പതുക്കെ. എനിക്കൊന്നുമില്ല കേട്ടോ മുത്തശ്ശി. പെട്ടെന്ന് എന്തൊരു മിന്നായം പോലെ. കുറച്ച് കഴിഞ്ഞിട്ട് പുറപ്പെട്ടാ മതി കേട്ടോ. നീ കുറച്ചു നേരം അനങ്ങാതെ കിടക്ക. അവൻ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവാതിരുന്നാ മതി. മുന്നിൽ ആ വണ്ടി കണ്ടപ്പോ ശരിക്കും പേടിച്ചുപോയി. നമുക്ക് തിരിച്ചു പോയാലോ? ഒന്നുമില്ലെന്നേ, കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങ് മാറും. മാറുന്നേ. ഭദ്രന്റെ കടം വീട്ടിയാലും അടങ്ങിയിരിക്കുന്നു മുത്തശ്ശന് തോന്നുന്നുണ്ടോ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ ഇനിയും വരും, ശല്യപ്പെടുത്തും. ആ തള്ളയും വരും. അതെ, വീട് ആ സ്വർണ്ണമ്മയ്ക്ക് വിട്ടുകൊടുത്ത ഞാനും എന്റെ മക്കളും എവിടേക്ക് പോവും? അതിനൊരു വഴി കണ്ടെത്തിയിട്ട് മതി വീടും കടവും ഒക്കെ വിട്ടുകൊടുക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാ. ഉള്ളത് നിനക്ക് മോഹൻ ഒരുപോലെ വീതിച്ചു തന്നത്. ഇപ്പൊ എല്ലാം വിറ്റു തൊലച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നോ? അതൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു. അവരുടെ നോട്ടം കണ്ടില്ലേ? ഇപ്പൊ തിന്നുന്ന വട്ട. അതൊക്കെ അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. മുളക് പൊടി പ്രയോഗമൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ മറക്കത്തില്ല. അതെ, SI മേഡം അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാരും കൂടി വേണ്ട, നിങ്ങൾ രണ്ടാണുങ്ങളും ഈ കൊച്ചും കൂടി കയറിയാൽ മതി. ഇല്ല, ഞാൻ വരുന്നുണ്ട്. ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കും. ആ എന്നാ വാ. ഇവിടെ ഒരു ഒപ്പിട്. ലോക്കപ്പിനെ അവനെ കൂടി വിളിപ്പിക്കും. മാഡം, ജാമ്യ പേപ്പറിൽ അവനെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ദേവികെ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പണം പലിശയായി അവർക്ക് കൊടുത്തു. ഇനി വീട് വിറ്റ് പണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളപ്പലിശക്കാർക്കെതിരെ നിയമമൊന്നും വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതല്ല സാറേ, ഒരാവശ്യത്തിന് ഞങ്ങളെ സഹായിച്ചതാ. വീട് പണിക്കും പിന്നെ ഇവരുടെ അമ്മയ്ക്കുള്ള ബസ്സയ്ക്കുള്ള പണവും ഇവരാ തന്നത്. ഇനി അത് കൊടുക്കാതിരിക്കുന്ന മര്യാദകളല്ലേ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായ സ്ഥിതിക്ക് എനിക്ക് എന്റെ മോനെ വിട്ടു തരണം. അവൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മിണ്ടി പോകരുത്. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നിങ്ങളെ പിടിച്ച് അകത്തിടേണ്ടതാ. ഭദ്രന്റെ കാര്യം അത് നിങ്ങൾ മറന്നേക്ക്. അടുത്ത കാലത്തൊന്നും അവൻ പുറത്തിറങ്ങില്ല. അതിനുള്ള വകുപ്പൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്.
മോളെ ദേവിയെ, എന്റെ മോനെ ഒന്ന് വിട്ടുതരാൻ നീ തന്നെ പറയണം. നീ പറഞ്ഞ മാത്രമേ എസ് ഐ മേഡം കേൾക്കത്തുള്ളൂ. ഇല്ല, അത് നടക്കില്ല. എന്നോട് കാണിച്ചൊക്കെ മറന്ന് ഞാൻ അയാളോട് ക്ഷമിച്ച അയാൾ നന്നാവുന്ന് സ്വർണ്ണമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എത്ര തവണ ഞാൻ കെഞ്ചി പറഞ്ഞതാ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. ബലമായി പിടിച്ചോണ്ട് പോവാൻ ഞാൻ ആടും മാടുമൊന്നുമല്ല, ആത്മാഭിമാനമുള്ളൊരു പെണ്ണ. ഒന്നുമില്ലേലും ഞാനൊരു അധ്യാപികയല്ലേ. എന്റെ കുട്ടികളുടെ മുന്നിലെങ്കിലും ഞാൻ മാതൃകയാവണ്ടേ? വാങ്ങിച്ച പണം പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. അതിന്റെ പേരിലല്ല, ഇനി എന്തിന്റെ പേരിലായാലും ഇനി നിങ്ങളോ നിങ്ങളുടെ മോനോ എന്റെ പിന്നാലെ വന്നേക്കരുത്. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോരുത്. അതൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടേ ഞാൻ വിടുള്ളൂ. തൽക്കാലം നിങ്ങൾ പോയിക്കോ. ആ ചേച്ചി നീ വന്നേ. മുത്തശ്ശ മോളെ, അനീഷേട്ടാ പോവാം. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ ദേവികെ, മോളെ. അമ്മ ഗോപികെ, നീ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്? നിനക്കൊരു നല്ല പാർട്ടി കണ്ടുപിടിച്ചുകൂടെ ഈ വീട് വാങ്ങിക്കാനായിട്ട്? ഞാൻ സാറിനോട് ചോദിച്ചു നോക്കാം മുത്തശ്ശ. നീ ഒറ്റയ്ക്ക് പോണ്ട മോളെ, ഞാനും വരാം. എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. ഞാനത് പെട്ടെന്ന് തീർത്തിട്ട് വരാം. ആ ശരി ചേച്ചി, ഞങ്ങൾ അപ്പോഴേക്കും അറേഞ്ച് ചെയ്തേക്കാം. ആ. ഇവര് വീട് വിൽക്കാൻ പോവാ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ? തൽക്കാലം ആ ഭാർഗവിയമ്മയുടെ ബംഗ്ലാവിലേക്ക് പോവാം. ഋഷിയുടെ വീട്ടിലേക്കോ? അതെ. ആരെങ്ങനെയൊക്കെ തുലഞ്ഞാലും എനിക്ക് നിന്റെ ജീവിതം ഒരു നല്ല നിലയിലെത്തിക്കണ്ടേ? വേണം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. നല്ലോണം ഒട്ടിക്കണം അവരോട്. അത് ഞാൻ ഏറ്റു. ആരുമില്ലേ? മോനെ ഋഷി. ആരും ഇല്ലാന്ന് തോന്നുന്നേ. വാ കേറി നോക്കാം. വാ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.